സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശേഷിപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഹാരപ്പൻ ചിത്രലിപി അത് നമുക്ക് വ്യാഖ്യാനം ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഭാഷയുടെ വ്യാകരണമോ ഭാഷയുടെ ലിപികൾ എന്താണ് ഉദ്ദേശിക്കുന്നതോ അതിൻ്റെ ആൽഫബറ്റ്സ് ഒന്നും നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു മിസ്റ്റീരിയസ് ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയൊരു ഭാഷയായിട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഹിന്ദിയിൽ നമ്മളൊരു ഒരു ഒരു മറ്റൊരു വ്യക്തിയെ ഒരു ബഹുമാന രൂപത്തിൽ ഉപയോഗിക്കുന്ന അപ്പോൾ ജി എന്നുള്ളത് ഒരാളുടെ പേരിൻ്റെ കൂടെ ജി എന്ന് ചേർത്ത് അയാളെ ബഹുമാനം ദ്യോതിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജി എന്നുള്ള ആ ഒരു പ്രയോഗം അത് ശരിക്കും സംസ്കൃതത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇവരൊരു പറയുന്നത്. സംസ്കൃതത്തിൽ അങ്ങനെ ജി എന്നുള്ള ഒരു പ്രയോഗം പൂർവ്വകാലത്തില്ല. എല്ലാവർക്കും നമസ്കാരം. പൊതുവേ ഞാൻ പുസ്തകങ്ങളിൽ കൂടുതൽ ഞാൻ വായിക്കുന്നത് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് കൂടുതലായിട്ടും വായിക്കുന്നത്. 2025 ഞാൻ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ലിറ്ററേച്ചറുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത കുറേ പുസ്തകങ്ങൾ വരാറുണ്ട്. അതിൽ നമ്മളെ ആകർഷിക്കുന്നൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ നിത്യജീവിതത്തിൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിൽ ഈ പുസ്തകങ്ങൾ നമ്മുടെ ചില അന്വേഷണങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ വളരെ സഹായകരമാകുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ ആലോചിക്കുമ്പോൾ സാഹിത്യബാഹ്യമായിട്ടുള്ള സാഹിത്യത്തിന് പുറത്ത് നിൽക്കുന്ന കുറേ അധികം പുസ്തകങ്ങളും ഈ 2025 പുസ്തകങ്ങളിലൂടെ കടന്നു പോവുകയുണ്ടായി. അതിൽ വളരെ ശ്രദ്ധേയമായി എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് അതിൽ എനിക്ക് വളരെ താല്പര്യം തോന്നിയതും ഞാനൊരു 2 വട്ടം വായിച്ചതുമായിട്ടുള്ള ഒരു പുസ്തകമാണ് അവതരിപ്പിക്കുന്നത്. പെഗ്ഗി മോഹൻ എഴുതിയിട്ടുള്ള ഫാദർ ടങ്ക് മദർ ലാൻഡ് എന്ന പുസ്തകമാണ്. ദ ബർത്ത് ഓഫ് ലാംഗ്വേജ് ഇൻ സൗത്ത് ഏഷ്യ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സബ് ടൈറ്റിൽ. ഫാദർ ടങ്ക് മദർ ലാൻഡ് ദ ബർത്ത് ഓഫ് ലാംഗ്വേജ് ഇൻ സൗത്ത് ഏഷ്യ. പെഗ്ഗി മോഹൻ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഷാശാസ്ത്രജ്ഞയാണ്, ഭാഷാ വിദഗ്ധയാണ്. ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ഇതെങ്കിലും അത്തരം വിഷയങ്ങളിൽ ഗ്രാഹ്യം കുറവുള്ള ഒരു പൊതു വായനക്കാരനും അല്ലെങ്കിൽ വായനക്കാർക്കും ഇത് വളരെ അനായാസം വായിച്ചു പോകാൻ കഴിയും എന്നുള്ളതാണ്. ഈ പുസ്തകം എന്നെ ആകർഷിക്കാനുള്ള ഒരു പ്രധാന ഘടകം നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ഡിസ്കഷൻസ്, പലതരത്തിലുള്ള സംവാദങ്ങൾ, ഡിബേറ്റുകൾക്ക് ഉള്ളിലാണ് ഈ പുസ്തകം നിൽക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഈ സൗത്ത് ഏഷ്യയിലെ വിവിധ ഭാഷകൾ കഴിഞ്ഞ 4000 വർഷങ്ങൾക്കിടയിൽ എങ്ങനെയാണ് രൂപം കൊണ്ടത്, ആ ഭാഷകളുടെ വികാസങ്ങൾ, ചില ഭാഷകൾ പുതുതായിട്ടുണ്ടാകുന്നു, ചില ഭാഷകൾ ഇല്ലാതായി പോകുന്നു. അതിൽ നമുക്കറിയാം ഹാരപ്പൻ ചിത്രലിപിയിലുള്ള ഭാഷ, സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശേഷിപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഹാരപ്പൻ ചിത്രലിപി അത് നമുക്ക് വ്യാഖ്യാനം ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഭാഷയുടെ വ്യാകരണമോ ഭാഷയുടെ ലിപികൾ എന്താണ് ഉദ്ദേശിക്കുന്നതോ അതിൻ്റെ ആൽഫബറ്റ്സ് ഒന്നും നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു മിസ്റ്റീരിയസ് ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയൊരു ഭാഷയായിട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ പുസ്തകത്തിൽ പെഗ്ഗി മോഹൻ ഈ നഷ്ടപ്പെട്ടു പോയ ഹാരപ്പൻ ചിത്രലിപിയുടെ കുറിച്ചുള്ളൊരു അന്വേഷണം പോലെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ലാംഗ്വേജ് എക്സ് എന്നാണ് പെഗ്ഗി മോഹൻ ഈ പുസ്തകത്തിലെ ഈ നഷ്ടഭാഷയെക്കുറിച്ച് പറയുന്നത്. അതിനായി അവർ ചെയ്യുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു അന്വേഷണ രീതിയാണ് അവരിതിനകത്ത് പിന്തുടർന്നിട്ടുള്ളത്. ഇപ്പോൾ ഡെക്കാൻ മേഖലയിൽ സൗത്തിൻ്റെയും ഉത്തരേന്ത്യയും സംഗമിക്കുന്ന ഡെക്കാൻ മേഖലയിൽ സംസാരിക്കുന്ന ദക്കിനി എന്നുള്ള ഒരു ഭാഷ, ചിലരതിനെ ഡയലക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതിനകത്ത് പെഗ്ഗി മോഹൻ അതിനൊരു ഭാഷയായിട്ടാണ് സമീപിക്കുന്നത്. അതിനെ ചിലർ ഉറുദുവുമായിട്ട് കണക്ട് ചെയ്ത് പറയാറുണ്ട്. ഉറുദുവിൻ്റെ തന്നെ ഒരു വകഭേദമാണ് ദക്കിനി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഹൈദരാബാദ് ഉറുദു എന്നുള്ള രീതിയിൽ ദക്കിനിയെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ആ ദക്കിനിയുടെ അതിൽ ആ ഭാഷയുടെ ചില സവിശേഷതകൾ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലെയും സൗത്ത് ഇന്ത്യയിലെയും നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഹിന്ദി മുതൽ നമ്മൾ മലയാളം വരെയുള്ള ഭാഷകളുടെ ഒരു വികാസ പരിണാമങ്ങളുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു ഭാഷാ ചരിത്രം ആണ് ഈ പുസ്തകം വിലയിരുത്തുന്നത്. ഇതിലവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഭാഷ എങ്ങനെയാണ് ഒരു പുതിയ ഭാഷ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു നിലവിലുള്ളൊരു ഭാഷ ഇല്ലാതായി പോകുന്നത് എങ്ങനെയാണ്.
ഒരേ വാക്ക് തന്നെ പല ഭാഷകളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മലയാളത്തിൽ ഞാൻ, നീ, നമ്മൾ എന്നൊക്കെ പറയുന്ന ആ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ ഭാഷയിൽ നിത്യം ഉപയോഗിക്കുന്ന അത്തരം സർവ്വനാമങ്ങളായിട്ടുള്ള പദങ്ങൾ ഇപ്പോൾ തമിഴെടുത്താലും മലയാളം എടുത്താലും തെലുങ്ക് എടുത്താലും ഏതാണ്ട് ഒരേ വാക്കുകളാണ് നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു വാക്ക് തന്നെ പല ഭാഷകളിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങളുടെ ഒരു പൂർവ്വകാല ചരിത്രം, അപ്പോൾ അത് എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കുന്നതിലൂടെ ഒരു കാലത്ത് 500 വർഷം മുമ്പോ അല്ലെങ്കിൽ 4000 വർഷത്തിലെ ആ ഒരു പരിധിക്കിടയിൽ ചിലപ്പോൾ കഴിഞ്ഞ ഒരു 500 വർഷത്തിന് മുന്നേയൊക്കെ ഉണ്ടായിട്ടുള്ള രണ്ട് ഭാഷകൾ തമ്മിലുണ്ടായിട്ടുള്ള സംഗമം, ആ സംഗമത്തിൽ നിന്ന് പുതിയൊരു ഭാഷ ഉണ്ടായി വരുന്നതിൻ്റെ ഒരു വളരെ രസകരമായിട്ടുള്ള ചരിത്രമാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ ഭാഷാശുദ്ധി എന്നുള്ള സംഗതിയിലൊക്കെ വളരെ, അല്ലെങ്കിൽ ശുദ്ധ ഭാഷ എന്ന് നമ്മൾ പറയുന്നത്, ശുദ്ധ മലയാളം, ശുദ്ധ തമിഴ് എന്നൊക്കെ ആ രീതിയിലുള്ള വാദങ്ങൾ വളരെ പ്രബലമായിട്ടുള്ള ഒരു കാലം. അപ്പോൾ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ അവർ ഹിന്ദിയാണ് ഏറ്റവും വലിയ ഭാഷ എന്ന് കരുതുന്നു, അത് ദക്ഷിണേന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നു തുടങ്ങിയ രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളും ഭാഷയുടെ മേളിൽ നടക്കുന്ന ഒരു കാലത്താണത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഭാഷകൾ ബാഹ്യമായിട്ട് ഭിന്നമായിട്ടുള്ള ഒരു രൂപവും ഭിന്നമായിട്ടുള്ള ഒരു വ്യാകരണവും പിന്തുടരുമ്പോഴും ഈ ഭാഷകളുടെ, ഇന്ത്യൻ ഭാഷകളുടെ, സൗത്ത് ഏഷ്യയിലെ പ്രധാന ഭാഷകളുടെ ഒരു ആന്തരിക ഘടന എന്നുള്ളത്, അതിനെ ഒരു ഇൻറ്റേർണൽ ആർക്കിടെക്ചർ എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്, ഒരു ആന്തരിക ശില്പഘടന എന്നുള്ളത് വളരെ സമാനമാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൂർവ്വ രൂപം എവിടേക്കോ ചെന്ന് സംഗമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചില വാക്കുകളുടെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഹിന്ദിയെക്കുറിച്ച് പറയുമ്പോൾ അതിന് സംസ്കൃതവുമായിട്ട് വളരെ അടുത്ത ബന്ധത്തെക്കുറിച്ച് പറയുന്നു. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ദക്ഷിണയെക്കുറിച്ച് പറയുമ്പോൾ ഉറുദുവായിട്ടത് കണക്ട് ചെയ്യുന്നു. മലയാളം പോലുള്ളൊരു ഭാഷ സംസ്കൃതം തമിഴുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ രീതി നോക്കുമ്പോൾ ചില പദങ്ങൾ, പക്ഷേ നമ്മുടെ ഈ അന്വേഷണത്തിൽ വളരെ സാധാരണ നിലയിൽ ഉപയോഗിക്കുന്ന പല പദങ്ങളും അതിനൊരു പൂർവ്വരൂപം, അല്ലെങ്കിൽ അത് എവിടെ നിന്ന് വന്നതെന്ന് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റില്ല. അത് വളരെ രസകരമായിട്ടുള്ള കുറേ സന്ദർഭങ്ങൾ ഇവർ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നുണ്ട്. അതിലൊരു സന്ദർഭം വളരെ ഇതാണ്. ഇപ്പോൾ ഹിന്ദിയിൽ നമ്മളൊരു മറ്റൊരു വ്യക്തിയെ ഒരു ബഹുമാന രൂപത്തിൽ ഉപയോഗിക്കുന്ന, അപ്പോൾ ജി എന്നുള്ളത്, ഒരാളുടെ പേരിൻ്റെ കൂടെ ജി എന്ന് ചേർത്ത് അയാളെ ബഹുമാനം ദ്യോതിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജി എന്നുള്ള ആ ഒരു പ്രയോഗം, അത് ശരിക്കും സംസ്കൃതത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇവരൊരു പറയുന്നത്. സംസ്കൃതത്തിൽ അങ്ങനെ ജി എന്നുള്ള ഒരു പ്രയോഗം പൂർവ്വകാലത്തില്ല. അപ്പോൾ ആ പദം എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കുമ്പോഴാണ് വളരെ കൗതുകരമായിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചാൽ ആ പദത്തിൻ്റെ ഒരു റൂട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല. ഏതോ ഒരു സന്ദർഭത്തിൽ, ഭാഷാവികാസത്തിൻ്റെ ഏതൊരു സന്ദർഭത്തിൽ എവിടെ നിന്നോ വന്ന് കയറിയ ഒരു വാക്കാണ് അത് ജി എന്നിപ്പോൾ നമ്മൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നത്. അതൊരു ഉദാഹരണമായിട്ട് അവർ പറയുന്നതാണ്. അതുപോലെ ഭാഷയിൽ തന്നെ പല വാക്കുകൾ അവരങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം, ഇങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് നമുക്കൊരു അദൃശ്യമായിട്ടുള്ള ഒരു ഭാഷയുടെ ഒരു സാന്നിധ്യം, ഏതോ ഒരു ഭാഷയുടെ, ഒരു പൂർവ്വ ഭാഷയുടെ ഒരു സാന്നിധ്യം പെഗ്ഗി മോർഗൻ കണ്ടെത്തുന്നത്. അതാണ് ഈ ലാംഗ്വേജ് എക്സ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് അന്വേഷിക്കുന്നത്. അതാണ് നമ്മൾ നഷ്ടപ്പെട്ടു പോയ ഈ ഹാരപ്പൻ ലാംഗ്വേജിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഈ പുസ്തകത്തിലൂടെ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു സിദ്ധാന്തം, അല്ലെങ്കിൽ ഒരാശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഭാഷ അങ്ങനെ തന്നെ ഇല്ലാതായി പോയാലും, അതിൻ്റെ ഗ്രാമർ നഷ്ടപ്പെട്ടു പോകുന്നു, അത് സംസാരിക്കുന്നവരില്ല, അങ്ങനെ ഭൂമുഖത്തു നിന്ന് ആ ഭാഷ അപ്രത്യക്ഷമാകുമ്പോഴും അതിൻ്റെ അലകൾ, ഭാഷയുടെ ചില പദങ്ങൾ, അതിൻ്റെ ആ ഗ്രാമറിൻ്റെ ചില സവിശേഷതകൾ, അതിൻ്റെ വ്യാകരണത്തിൻ്റെ ചില സവിശേഷതകൾ, അതിൻ്റെ ഒരു സ്വരം മറ്റു ഭാഷകൾ റീറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്, നിലനിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കിൻ്റെ, ഏതെങ്കിലും ഒരു വാക്കിൻ്റെ പൂർവ്വരൂപം തപ്പിപ്പോയാൽ ചിലപ്പോൾ അത് ഈ പറഞ്ഞുള്ള ഒരു ഹാരപ്പൻ ബേസിലായിരിക്കും ചെന്നെത്തുക എന്നുള്ള രസകരമായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ നമുക്കൊരു ഉത്തരം അതിനകത്ത് കിട്ടണമെന്നില്ല. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൂർവ്വകാലത്ത് മനുഷ്യർ പരസ്പരം മിങ്കിൾ ചെയ്യുന്നത്, തങ്ങൾക്കറിയാൻ പാടില്ലാത്തൊരു ദേശത്തെ ഈ കുടിയേറ്റക്കാരായിട്ടുള്ള ആൾക്കാർ ചെല്ലുന്നു. അവിടെ ചെന്ന ശേഷം അവരുടെ കയ്യിലുള്ള ആ പ്രദേശത്തെ ഭാഷ പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ അവരുടെ ആ പ്രദേശത്തിൻ്റെ ഭാഷയുടെ ഒരു വ്യാകരണവും ശൈലിയും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ തങ്ങൾ കൊണ്ടുവന്ന ഭാഷയിലെ വാക്കുകൾ ആ ഭാഷയിലേക്ക് സംഭാവന ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു മിശ്രിതമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു മിങ്കിളിങ് നടക്കുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ഒരു മിങ്കിളിങ്ങിൽ നിന്ന് ചിലപ്പോൾ ഒരു ഭാഷാഭേദം
ഉണ്ടായി വരുന്നു, അല്ലെങ്കിൽ ഒരു ലോക്കൽ ഡയലക്റ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒന്നുണ്ടായി വരുന്നു, അതല്ലെങ്കിൽ ഒരു ഭാഷ തന്നെയും പിന്നെ അതിൽ നിന്ന് ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വികാസ പരിണാമങ്ങളിലൂടെയാണ് ഈ ഭാഷാ ചരിത്രം കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇന്ന് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ അത്തരം വൈവിധ്യങ്ങളോട് നമുക്കുള്ള ഒരു താല്പര്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പെഗ്ഗി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഒരു ഭാഷയിൽ തന്നെ പല ഭാഷകൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു സംഗതി, അല്ലെങ്കിൽ അതിന് പല പൂർവ്വകാലങ്ങൾ ഇന്ന് പറയുന്ന നമ്മുടെ വർത്തമാനത്തിനകത്തുണ്ട് എന്നുള്ള ആ ഒരു കാര്യം, അതിന്മേലുള്ള ഒരു വിസ്മയം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു സവിശേഷത. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇത്തരം ഭാഷാ പഠനങ്ങൾ വേറൊരർത്ഥത്തിൽ നമ്മുടെ ഒരു വൈവിധ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ആത്മവിശ്വാസം, വൈവിധ്യമാർന്ന നമ്മുടെ ഒരു സംസ്കാരത്തിന്മേലുള്ള നമ്മുടെ ഒരു ആത്മവിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിൽ വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമായിട്ട് ആണ് ഞാൻ ഈ ഫാദർ ടങ് മദർലാൻഡ് എന്നുള്ള പുസ്തകത്തെ അവതരിപ്പിക്കുന്നത്. നമസ്കാരം.